ഹലോ നമസ്തേ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണേ. അപ്പോൾ ഞാനും രാജേട്ടൻ എന്താ ഡ്രസ്സ് അടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് കേട്ടോ. ബ്ലൗസ് പീസ് അടിച്ചത് ഒന്ന് റെഡിയാക്കാനുണ്ട്, ഒന്നും കൂടെ റെഡിയാക്കാനുണ്ട്, അതിന് വേണ്ടിയിട്ട് പോകുന്നതാണ്. അപ്പോൾ ചേച്ചീനെ കുറേ നേരം കാത്തു നിന്നിട്ടോ. അപ്പോൾ ചേച്ചി വന്നില്ല. പിന്നെ ഞങ്ങൾ ആ ഒരു ടൈം വെറുതെ കളയണ്ടല്ലോ വിചാരിച്ചിട്ട് ഫാൻസിയിലൊക്കെ കയറി കമ്മൽ, മൂക്കുത്തി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങണമെന്നുണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് വന്നു. പിന്നെ ഇവിടുന്ന് വാങ്ങി പോണ ആ ഒരു ടൈം ആകുമ്പോഴത്തേന് ചേച്ചി ആ കടയ്ക്ക് വന്നോളും വിചാരിച്ചിട്ട് ഞങ്ങളിത് വാങ്ങാൻ പോകുന്നു. ചേച്ചി എന്തൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് എങ്ങോട്ടോ പോയതാണ് കേട്ടോ. അപ്പോൾ തിരിച്ച് വരാൻ കുറച്ച് സമയം എടുക്കും പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഫാൻസി ഐറ്റംസൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ തിരിച്ച് പിന്നെ ചേച്ചീൻ്റെ അടുത്ത് തന്നെ പോകാമല്ലോ വിചാരിച്ചിട്ടോ. അപ്പോൾ ഞാൻ ജിമിക്കി കമ്മലൊക്കെ നോക്കി. അപ്പോൾ കുറേ കമ്മലൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ രാജേട്ടൻ പറഞ്ഞു സ്റ്റഡ് കമ്മൽ ഒഴിവാക്കണം, അത് പ്രഷർ ഉണ്ടെന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ സ്റ്റഡ് കമ്മൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ രാജേട്ടൻ പറഞ്ഞു അതിടണ്ട, കുറച്ച് അറക്കല്ല കമ്മലൊക്കെ ഇട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഇതൊക്കെ രാജേട്ടൻ പറഞ്ഞാണ് ഇത് ഇട്ടോ എന്നൊക്കെ പറഞ്ഞു. രാജേട്ടനാണെങ്കിൽ നല്ല നീളമുള്ള കമ്മലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാനിങ്ങനെ വെച്ച് നോക്കണം കേട്ടോ, രസമുണ്ടോ ഇല്ലേ എന്നൊക്കെ നോക്കണം. അപ്പോൾ രാജേട്ടന് വലുത് കാണിച്ചു കൊടുത്താൽ അതൊക്കെ പറയും ഇതിട്ടോ, ഇത് വാങ്ങിക്കോ. ചെറുത് കാണിച്ചു കൊടുത്താൽ അതൊന്നും പറയാടണ്ട. കാരണം ഞാൻ ഇത്ര വലുതൊന്നും ഇടലുമില്ല. അപ്പോൾ എനിക്ക് എന്തോ വലിയ കമ്മൽ ഓവറായിട്ടൊക്കെ തോന്നുന്നുണ്ടോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ലാസ്റ്റ് രാജേട്ടൻ പറഞ്ഞതിനെ വാങ്ങി പോന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നോക്കി, ഇത് ഓവറാണ്, നീളം വീതിയൊക്കെ നല്ല നീളമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ ഇത് വാങ്ങിയില്ല, വേറെ കുറേ നോക്കി. അപ്പോൾ കല്യാണത്തിൻ്റെ 2 ദിവസം മുന്നേ ഉണ്ടോ ഇങ്ങനെ ഫാൻസി ഐറ്റംസൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോരുന്നത്. അപ്പോൾ കല്യാണമൊക്കെ ആകാനായിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കല്യാണം ഉണ്ട്, അതിന് വേണ്ടിയിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ വാങ്ങി റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഷാളും ടോപ്പും സ്കേർട്ടും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഈ ഒരു കമ്മലെടുത്തിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഇത് തന്നെയാണ് തോന്നുന്നുണ്ട്, അത് തന്നെയാണ് ആണോ. അപ്പം ഞാൻ എൻ്റെ കാതിൽ വെച്ച് നോക്കണ്ട, രാജേട്ടൻ്റെ കാതിലും വെച്ച് നോക്കണ്ട, വെറുതെ വെച്ച് നോക്കണ്ടോ. അപ്പോൾ രാജേട്ടന് ആ ഏട്ടനോട്, അതായത് കടയത്തെ മുതലാളിനോട് സംസാരിക്കുകയാണ് കേട്ടോ. വണ്ടൂരിൽ ഫസ്റ്റ് തുടങ്ങിയ കട ഇതാണ്, സുൽത്താന ഫാൻസി, അങ്ങനെ എന്നൊക്കെ കുറേ സംസാരിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട് രാജേട്ടൻ. പിന്നെ അത് വാങ്ങി, കമ്മൽ വാങ്ങി, പിന്നെ ബണ്ണ്, പിന്നെ മുല്ലപ്പൂവൊക്കെ കുത്താൻ ഉപയോഗിക്കുന്ന സ്ലൈഡ് ഉണ്ടല്ലോ ചെറുത്, അങ്ങനത്തെ സംഭവങ്ങളും അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നു. അങ്ങനെ കുറേ. അപ്പോൾ ഈ വള, ഈ കണ്ണാടി, ഇതൊന്നും ഞാൻ വാങ്ങിയതല്ല കേട്ടോ, അതൊക്കെ അവിടെ ആരൊക്കെയോ വാങ്ങി വെച്ചതാണ്. അപ്പോൾ ഈ കമ്മൽ, ബണ്ണ് അതൊക്കെ കണ്ടല്ലോ, ഇതൊക്കെ ഞാൻ വാങ്ങിയതാണ്. പിന്നെ ഒരു പൊട്ടും, കറുപ്പ് പൊട്ടും നിർബന്ധമാണല്ലോ, അത് ഒഴിവാക്കാൻ പറ്റൂലല്ലോ. പിന്നെ നൂല്, സൂചി അതൊക്കെ വാങ്ങിയിട്ടോ. അങ്ങനെ നൂലും സൂചിയൊക്കെ വാങ്ങിയപ്പോൾ രാജേട്ടൻ പറഞ്ഞു കറുപ്പ് നിറത്തിലുള്ള സൂചി മതി എന്ന് പറഞ്ഞു. അത് തെറ്റിപ്പോയതാണ്. രാജേട്ടന് കറുപ്പ് നിറമുള്ള നൂല് മതി എന്നൊക്കെ പറഞ്ഞിട്ടോ. അത് രാജേട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതാണ്. അപ്പോൾ ഞങ്ങൾ പിന്നെ അതൊക്കെ പറഞ്ഞ് കുറച്ച് നേരമൊക്കെ അവിടെ അങ്ങനെ രാജേട്ടൻ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ഒരു അബദ്ധം പറയാതൊക്കെ കേട്ടോ. ഞങ്ങൾ രണ്ടാളും അങ്ങാടിക്ക് ഇറങ്ങി അങ്ങനെയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ആയിട്ടൊരു അബദ്ധം പറ്റും, പൊട്ടത്തരം ജന്മന ഉള്ളതാണ്. രണ്ടാളും ഒരേപോലെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പിന്നെ അതൊക്കെ വാങ്ങി തിരിച്ച് പോന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് സ്കേർട്ട് അറിയണത് ഈ ഒരു മോഡലൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഷാളൊന്ന് മാറ്റിട്ടോ. ഷാള് അത് വാങ്ങിയത് ഒരു പിങ്ക് കളറായിരുന്നു. പിന്നെ അത് മാറ്റി, അപ്പോൾ ഈ ഒരു കളറ് വാങ്ങാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇത് വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇത് വാങ്ങിയപ്പോൾ ഇത് വെറും വർക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന്മേൽ ലേസും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഞാൻ ലേസൊക്കെ ഒന്ന് വാങ്ങി വെക്കാമെന്ന് വിചാരിച്ച്. ലേസിന് ഞാൻ വിചാരിച്ച വിലയൊന്നുമല്ല, കൂടുതൽ വിലയാണ്. ഞാൻ വിചാരിച്ച ഇതിന് കുറഞ്ഞ വിലയുള്ളൂ, പക്ഷെ നല്ല വില ഉണ്ടെന്ന് പിന്നെ ആ ഏട്ടൻ പറഞ്ഞപ്പോൾ മനസ്സിലായി. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഈ നൂലിൻ്റെ മേലെ കാണുന്ന ലേസാണ്, പക്ഷെ അതിന് നല്ല വിലയാണെന്ന് പറഞ്ഞപ്പോൾ വില കുറവില്ല ലേസൊക്കെ ഉണ്ടോ ചോദിച്ചിട്ട്. അപ്പോൾ അധികം കട്ടില്ലാത്ത ലേസൊക്കെ ഉണ്ടോ ചോദിച്ചു. അപ്പോൾ അത് പിന്നെ വാങ്ങിയിട്ട് പോന്ന് ഞങ്ങൾ. അപ്പോൾ ആ ലേസ് വെക്കാനും ഉണ്ട്, പിന്നെ ബ്ലൗസ് ഒന്ന് റെഡിയാക്കാനും ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കൊടുത്ത് പിന്നെ രാജേട്ടന് ചെരുപ്പ് വാങ്ങാനായിട്ട് പോകുന്നു കേട്ടോ. രാജേട്ടൻ്റെ ഡ്രസ്സ് അറിയണ ഷർട്ട് മാറ്റിയിട്ട് ഞങ്ങളൊന്ന് കുർത്തയാക്കിയിട്ടുണ്ട് കേട്ടോ. കുർത്ത കുറേ കാലമായിട്ട് ഞാൻ പറയുന്നുണ്ട് കുർത്ത വാങ്ങിയിട്ടൂടെയെന്ന്. അപ്പോൾ രാജേട്ടൻ പറഞ്ഞു പിന്നെ എടുക്കാം. അങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ വിടും. ലാസ്റ്റ് ഞാൻ പറഞ്ഞു ഡ്രസ്സ് എടുക്കാൻ പോയെന്ന് ഷർട്ടൊക്കെ മാറ്റി പിടിക്കുക, കുർത്ത വാങ്ങിയാലോ എന്നൊക്കെ. അങ്ങനെ കുർത്തൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ രാജേട്ടൻ പറഞ്ഞു കുർത്തയല്ലേ, അപ്പോൾ ചെരുപ്പൊന്നും കളറാക്കാമെന്ന് പറഞ്ഞിട്ട് ചെരുപ്പൊന്ന് മാറ്റി വേറെ വാങ്ങാൻ വന്നതാണ് കേട്ടോ. അങ്ങനെ അതായത് നോക്കണം, എൻ്റെ കയ്യിലുള്ളത് എനിക്ക് ഇഷ്ടമായി, അതാണ് ഞാൻ കൈ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കണത് കേട്ടോ. അപ്പോൾ രാജേട്ടൻ ചോദിച്ചു ഏതാണ് വാങ്ങണ്ടേന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് നിൽക്കട്ടെ. ബ്ലാക്ക് കളറിലുള്ളത് പിന്നെ നോക്കി
അതവിടെ തീർന്നിട്ടുണ്ട്, അവിടെ ഉണ്ടായിരുന്നതൊക്കെ കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ രാജുവേട്ടൻ്റെ ചെരുപ്പൊക്കെ വാങ്ങിയിട്ട് തിരിച്ചു പോന്നു. പിന്നെ രാജുവേട്ടൻ ബാർബർ ഷോപ്പിൽ പോയി. അപ്പം ഞാൻ ബസ്സൊക്കെ കാത്ത് നിൽക്കണ സ്റ്റോപ്പിൽ നിന്നിട്ടാ കുറേ നേരം ഇവിടെ നിന്നു. അങ്ങനെ ഇവിടെ ഭയങ്കര തിരക്കിയിരുന്നു. കാരണം സ്കൂൾ വിടുന്ന ഒരു ടൈമും പിന്നെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും വീട്ടിൽ പോകണ ആ ഒരു നേരമൊക്കെ അല്ലേ. അപ്പോൾ ഭയങ്കര തിരക്കിയിരുന്നു കേട്ടോ സ്റ്റാൻഡിൽ. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ തിരക്കൊക്കെ ഒഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞ് വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടമാവുമല്ലോ എന്ന് എനിക്കറിയില്ല. വീഡിയോ ഇഷ്ടമായിക്കണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായിക്കണേ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതിന് മുന്നിട്ട് വീഡിയോക്ക് എല്ലാവരും നല്ല കമൻറ്റൊക്കെ കണ്ടിട്ട് അപ്പോൾ അതിലൊക്കെ ഒരുപാട് സന്തോഷം. പിന്നെ ഞാൻ അയക്കണ കമൻറ്റ്, അതായത് എനിക്ക് കമൻറ്റ് വരുമ്പോൾ ഞാൻ അതിന് റിപ്ലൈ കൊടുക്കുന്നത് കുറച്ച് മോശമായിട്ടാണ് ഞാൻ എഴുതണമെന്നൊക്കെ പറഞ്ഞു. അതിൽ എന്താണ് മോശമായിട്ടുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ആൾ ഇന്നലെ ഇട്ട വീഡിയോയിലും അങ്ങനെ പറഞ്ഞു, ഞാൻ മറുപടി കൊടുക്കണത് ശരിയാവണില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ആൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.